ഹായ് ഗായ്സ്, നിറം കുറഞ്ഞ ചർമ്മത്തെ വെളുപ്പിക്കാനായും ഗ്ലോയിങ് ആക്കാനും വേണ്ടിയിട്ട് ധാരാളം ഫേസ് വൈറ്റനിങ് ക്രീം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ ധാരാളം സൈഡ് എഫക്റ്റുകളും ഉണ്ട്. അതുമാത്രമല്ല, ഇത് എല്ലാവർക്കും വാങ്ങിക്കാനും പറ്റില്ല. ചില സമയങ്ങളിൽ ഇതിൽ ധാരാളം കെമിക്കൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചില ആൾക്കാർക്കെങ്കിലും ഇത് അലർജി പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്ന ഈ ഒരു ക്രീമിനകത്ത് അലർജി ഒന്നും ഉണ്ടാക്കാതെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോയിങ് ആക്കാനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഫേസ് വൈറ്റനിങ് ക്രീം കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് സ്പാച്ചസ്, അതുപോലെ തന്നെ കണ്ണിനടിയിൽ ഉണ്ടാകുന്ന കറുപ്പ്, ഫേസിലുണ്ടാവുന്ന ചുളിവ്, ഇതെല്ലാം മാറ്റി നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോയിങ് ആക്കി വെക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഗൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇതെങ്ങനെ തയ്യാറാക്കി എടുത്തു എന്നുള്ളത്. ആദ്യം തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള മിക്സിംഗ് ബൗൾ എടുക്കുക. ഒട്ടും തന്നെ വെള്ളം പാടില്ല, ഡ്രൈ ബൗളായിരിക്കണം കേട്ടോ. എന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഞാനിവിടെ നട്ട്മഗിൻ്റെ പൗഡർ ഒരു 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്ട്മഗ് പൗഡർ എന്ന് പറയുമ്പോൾ ജാതിക്കയുടെ പൊടി കേട്ടോ, അത് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ താഴെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നട്ട്മഗിൻ്റെ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വേപ്പിൻ്റെ ഇല പൊടിച്ചെടുത്ത പൊടി, വേപ്പില എന്ന് പറയുമ്പോൾ നമ്മുടെ ആര്യവേപ്പില കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം ഒരു 1/4 ടീസ്പൂൺ. ഇനി ഞാൻ ചേർക്കുന്നത് ചെമ്പരത്തി പൂവ് ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണ് കേട്ടോ, അത് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ ഈ ഒരു ചെമ്പരത്തി പൂവിന് പകരം നമുക്ക് റോസ് പെറ്റൽസ് എടുക്കാം. റോസ് പൂവിൻ്റെ റോസ് പൂ പൊടിച്ചെടുത്ത പൗഡർ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ലിക്വറൈസിൻ്റെ പൗഡറാണ്, അതും 1/4 ടീസ്പൂൺ കേട്ടോ. എല്ലാം 1/4 ടീസ്പൂണാണ്. വേപ്പിൽ നിങ്ങൾ ആര്യവേപ്പിൻ്റെ പൊടി ചേർക്കണമെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്തുള്ളൂ. ഞാനിവിടെ നെറ്റ്മഗിൻ്റെ പൗഡർ ആയതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ താഴെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക കേട്ടോ. ഈ ലിക്വറൈസ് പൗഡറിന് ഓപ്ഷനില്ല, ലിക്വറൈസ് പൗഡർ തന്നെ ചേർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്മഗ് പൗഡറിനും അതുപോലെ തന്നെ ചെമ്പരത്തി പൗഡറിനാണ് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നത്. നെറ്റ്മഗ് പൗഡറിന് വേപ്പിൻ്റെ പൊടിയും ആര്യവേപ്പിൻ്റെ പൊടിയും അതുപോലെ തന്നെ ചെമ്പരത്തി പൊടിക്ക് നമുക്ക് റോസിൻ്റെ ആ ഒരു പൂ ഉണക്കി പൊടിച്ച പൊടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 3 കോമ്പിനേഷനാണ് നമ്മൾ ഇതിനകത്തേക്ക് ബൗളിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചലിച്ച് കൊണ്ടുവരാം കേട്ടോ. ഞാൻ ചലിക്കാത്തത് കൊണ്ട് നല്ല ഫൈൻ പൗഡർ ആയിരുന്നു, പക്ഷേ ശരിക്കും ചലിക്കാത്തത് കൊണ്ട് എനിക്കത് തരിതരിയായിട്ടുള്ള ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ സ്വന്തം ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ഫേസ് മോയ്സ്ചറൈസർ ക്രീമാണ് ഇതിനകത്തേക്ക് ഞാൻ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മതിയാകും. അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന് നല്ലവണ്ണം അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരിക. പെട്ടെന്നൊന്നും മിക്സ് ആവത്തില്ല, ഒരു 5 മിനിറ്റ് സമയം എടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു കൂട്ട് മിക്സായി വരത്തുള്ളൂ കേട്ടോ. നല്ല രീതിക്ക് മിക്സ് ആക്കി കൊടുത്തുകൊണ്ടിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്രീം ടെക്സ്ചറിലായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നന്നായിട്ട് ബീറ്റ് ചെയ്യുക, സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കൈയെടുക്കാതെ നല്ല രീതിക്ക് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ക്രീം ടെക്സ്ചറിലായിട്ട് ഈ ഒരു കൂട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഓയിലോ അല്ലെങ്കിൽ ഗ്ലിസറിനോ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതേപടി അങ്ങ് നമുക്ക് ഫേസിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഫേസ് മോയ്സ്ചറൈസർ ഉപയോഗിച്ച് ഉറപ്പായും പിമ്പിൾസ് വരും എന്ന് പറയുന്ന വ്യക്തികൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ ഒരു ക്രീമിൻ്റെ പകരമായിട്ട് ഇതിനകത്തേക്ക് ആലോവേര ജെൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് ആവശ്യാനുസരണം മാത്രം ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ഈ ഒരു കൂട്ട് പുറത്തും വെച്ച് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. നമുക്കൊരു 1 വീക്ക് വരെ ഇത് പുറത്ത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 20 ദിവസം വരെ ഇത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാം, പക്ഷെ പുറത്ത് പോകരുത്. പകൽ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേ ടൈമിൽ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പകൽ പുറത്ത് പോകുന്ന ആൾക്കാരാണ് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കാം കേട്ടോ. അതിന് പിറ്റേന്ന് രാവിലെ കഴുകി കളഞ്ഞാലും മതി. അത് പിമ്പിൾസ് വരില്ല എന്ന് ഉറപ്പുള്ള വ്യക്തികൾക്ക് മാത്രം ഞാൻ സജസ്റ്റ് ആക്കുന്നുള്ളൂ. ചില ആൾക്കാർക്ക് ഫേസ് മോയ്സ്ചറൈസർ പിമ്പിൾസ് വരാനുള്ള സാധ്യത ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് രാത്രി കിടക്കുമ്പോൾ ഇട്ട് കിടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കത് കഴുകിയ ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ടവലോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഡെയിലി അങ്ങ് ഉപയോഗിച്ച് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന ആ ഒരു ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് സ്പാച്ചസ്, കണ്ണിൻ്റെ ഉണ്ടാകുന്ന കറുപ്പ്, റിങ്കിൾസ്, ഇതെല്ലാം റിമൂവ് ആയിട്ട് നിങ്ങളുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആൻഡ് ലൈറ്റനിങ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആകും. കൂടാതെ നിങ്ങളുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആകും കേട്ടോ. അപ്പോൾ ഗൈസ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.